മാംഗല്യം പതിയെ തുറന്നു വന്ന അവളുടെ മിഴികൾ വീണ്ടും അടയാൻ തുടങ്ങിയതും ജഗൻ അവളെ വീണ്ടും വിളിച്ചു. മെല്ലെ ജാൻവിയുടെ മൃദുവായ കവിളിൽ തട്ടിയവൻ, ജാൻവി, കണ്ണു തുറക്ക്, ആഹാരം കഴിക്കണ്ടേ? ഒന്ന് ചിണുങ്ങിക്കൊണ്ടവൾ വീണ്ടും കമിഴ്ന്നു കിടന്നു. എടോ, ആഹാരം കഴിച്ചിട്ട് കിടക്ക്. ഇത്തവണ ജഗൻ മറ്റൊന്നും ചിന്തിക്കാതെ അല്പം ശബ്ദം ഉയർത്തി തന്നെ വിളിച്ചു. എനിക്ക് ആഹാരം വേണ്ട ജഗൻ. ജഗൻ കഴിച്ചിട്ട് കിടന്നോളൂ. പെണ്ണവൾ മെല്ലെ പറഞ്ഞു. എണീറ്റ് വാ ജാൻവി, നിനക്ക് വിശക്കുന്നില്ലേ? ഇല്ല. പറഞ്ഞുകൊണ്ട് തന്നെ ജാൻവി തലയിണയിലേക്ക് മുഖം പൂഴ്ത്തിയതും അപ്പോൾ തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് ജഗനവളെ ഇരു കൈകളിലും കോരിയെടുത്തു. നിമി നേരം കൊണ്ട് തന്നെ ജാൻവിയുടെ ഉറക്കമെല്ലാം പമ്പ കടന്നു. തന്റെ അരക്കെട്ടിൽ പടരുന്ന അവന്റെ വിരലുകളുടെ തണുപ്പ് ജാൻവി വല്ലാത്തൊരു വെപ്രാളത്തോടെ ജഗനെ നോക്കി. താനിപ്പോഴും പൂർണ്ണമായും അവന്റെ കൈകളിലാണെന്ന് മനസ്സിലായതും അവൾ ആ കൈകളിൽ കിടന്ന് കുതിരാൻ ശ്രമിച്ചു. യോ ജഗൻ, ഇതെന്തായി കാണിക്കുന്നത്? നോക്ക്, കിടന്നു കുതിറിയാൽ താൻ നടുതല്ലി താഴെ വീഴും. ഒരു വാണിംഗ് പോലെ ജഗനത് പറഞ്ഞതും ജാൻവി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. മുഖത്തിപ്പോഴും നേരത്തെ ഗൗരവം കലർന്ന ഒരു പാവമാണ്. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങി അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ജാനിപ്പെണ്ണ്. അവളുടെ ആ പ്രവൃത്തി ജഗനിൽ ഒരു ചെറു പുഞ്ചിരി വിരിയിച്ചു. അവളെയും കൊണ്ടവൻ റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. ജഗൻ, എന്നെ താഴെ നിർത്തൂ നീ, പ്ലീസ്. അവൾ പറഞ്ഞതും ജഗൻ ജാനിയെ അവന്റെ കൈകളിൽ നിന്നും ഇറക്കി നിർത്തി. നെഞ്ചിൽ വലതുകരം അമർത്തി വെച്ചുകൊണ്ട് ജാനി അവനെ ഇത്തിരി ദേഷ്യത്തെ നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ടതും ജഗൻ ചോദിച്ചു. പെട്ടെന്ന് ജാനി ഒന്ന് കാതു കൂർപ്പിച്ചു. അപ്പോഴാണ് ജാൻവി അറിയുന്നത് പുറത്ത് മഴ തകർത്തു പെയ്യുകയാണെന്ന്. മഴയുടെ ഹൂങ്കാര ശബ്ദം അവൾ അപ്പോഴാണ് ശരിക്കും കേൾക്കുന്നത്. റൂമിന്റെ ഡോറടിച്ചാൽ പുറത്തു നടക്കുന്നതൊന്നും അറിയാൻ കഴിയില്ല. പുറത്തെ വാതിലവൾ ഇത്തിരി തുറന്നു നോക്കി. നേർത്ത മഴച്ചാറ്റൽ മുഖത്തേക്ക് പതിച്ചതും ജഗനെ ഇടം കണ്ണിട്ടൊന്ന് നോക്കിക്കൊണ്ട് ജാൻവി മിഴികൾ പതിയെ തുറന്നു. അപ്പോഴേക്കും ജഗൻ ജാനിയും കൊണ്ട് ഡൈനിങ് ഏരിയയിലെത്തിയിരുന്നു. കൈ വാഷ് ചെയ്തുകൊണ്ട് ജാൻവി ചെയറിലേക്കിരുന്നു. ജഗനാണ് അവൾക്ക് ആഹാരം സെർവ് ചെയ്തത്. അവൻ അവളുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പി. കറി പ്ലേറ്റിലേക്ക് വിളമ്പിയപ്പോഴുള്ള വാസന അവൾ നാസിക വിടർത്തി ആ മണം ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ഒരു കണ്ണാലെ ജഗൻ ജാൻവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് മാറി മറിയുന്ന ഈ വക പാവങ്ങളിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി ആഹാരം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്ന്. ചുണ്ടിൽ ഊറിക്കൂടിയ നേർത്ത പുഞ്ചിരിയോടെ തന്നെയാണ് ജഗനും ആഹാരം കഴിച്ചു തീർത്തത്. ജഗൻ, എന്താടോ? ഫുഡ് സൂപ്പറായിട്ടുണ്ട്, താങ്ക്സ് കേട്ടോ. ആ, അവനൊന്ന് തലകുലുക്കി. ആഹാരം കഴിച്ചെഴുന്നേറ്റ് ജഗന് പിന്നാലെ ജാൻവിയും എഴുന്നേറ്റു. പാത്രമെല്ലാം കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ജഗൻ മുറിയിലേക്ക് നടന്നു. ആ വഴി തന്നെ ജാൻവി ബാൽക്കണിയിലേക്കും. പുറത്തലച്ചു തല്ലി പെയ്യുന്ന മഴയും മഴത്തുള്ളികളും ഭാഗികമായി ജാൻവിയെ നനച്ചു. അവൾക്കെന്തോ ആ മഴ നനയാൻ തോന്നിപ്പോയി. ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ച് അതിലേക്ക് തലചേർത്ത് ഏറെ നേരം അവൾ ആ നിൽപ്പ് തുടർന്നു. ഇടയ്ക്കെപ്പോഴോ പിന്നിൽ ഒരാൾപെരുമാറ്റം മനസ്സിലാക്കിയപ്പോൾ പതിയെ മുഖം തിരിച്ചു നോക്കി. അത് ജഗനാണെന്ന് കണ്ടതും ആ നിൽപ്പ് വീണ്ടും തുടർന്നു. തനിക്ക് കിടക്കണ്ടേ? നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ? പഴയ ആ ഗൗരവത്തിൽ തന്നെയാണ് ജഗൻ ചോദിച്ചത്. അത് കേട്ടതും ജാൻവിയുടെ മുഖമൊന്ന് കോടി. ഞാൻ കിടന്നോളാം, ജഗൻ പൊയ്ക്കോളൂ. അത്രയും പറഞ്ഞ് ജാൻവി വീണ്ടും നിൽപ്പു തുടർന്നു. നോക്ക് ജാൻവി, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ മഴ മുഴുവൻ നനയും. നനഞ്ഞിട്ട് അവസാനം എന്തേലും അസുഖം വന്നാൽ താൻ എന്തു ചെയ്യും? അസുഖം ഒന്നും വരില്ല, ജാൻവി പറഞ്ഞു. അത് താനാണോ തീരുമാനിക്കുന്നത്? മര്യാദയ്ക്ക് അകത്തേക്ക് കയറി വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ പൊക്കി എടുത്തുകൊണ്ട് പോകാനും എനിക്കറിയാം. അത് തനിക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പെട്ടെന്ന് ജഗനത് പറഞ്ഞതും ജാൻവി തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു. മഴയിൽ പാതി നനഞ്ഞു നിൽക്കുന്ന ജഗൻ. ജാൻവി മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ തോളിലൂടി ഇരു കൈകളും ചുറ്റിപ്പിടിച്ചു. ശരിക്കും എടുത്തോണ്ട് പോകൂ? അതിലെന്താ തനിക്കിത്ര സംശയം? കുറച്ചു മുന്നേ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എടുത്തോണ്ട് ഞാൻ പോയതല്ലേ? ജാൻവി അല്പനേരം ആലോചനയോടെ നിന്നു.
സാറ് കുറച്ച് റൊമാൻറ്റിക് ആകുന്നുണ്ടോ എന്നൊരു സംശയം. ജാൻവി ഏതൊക്കെയോ ഓർമ്മകളിൽ നിന്ന് നിന്നതുപോലെ ചോദിച്ചതും ജഗന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ഇതിപ്പോ ഞാനാണോ താനാണോ റൊമാൻറ്റിക്? ജാൻവിയുടെ ആ നിൽപ്പും അവന്റെ നേർക്കുള്ള നോട്ടവും എല്ലാം കൂടി കണ്ടതും ജഗൻ ചോദിച്ചു. പെട്ടെന്ന് ജാൻവി സ്ഥലകാല ബോധം വന്നതുപോലെ അവന്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചു വെച്ചിരുന്ന കൈകൾ മെല്ലെയൊന്ന് അയച്ചു. അവളുടെ കൈകളിൽ അവന്റെ പിടുത്തം വീണു. ജഗന് മുഖം കൊടുക്കാതെ ജാൻവി തിരിഞ്ഞ് മഴ നോക്കി നിന്നു. നിമിഷ നേരത്തിനുള്ളിൽ ജഗന്റെ കൈകൾ ജാൻവിയുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു അവന്റെ ഉടലിനോട് ചേർത്തു. അവളുടെ മാറിടങ്ങൾ അവന്റെ നെഞ്ചിലമർന്നു. ശരീരത്തിൽ കൂടി ഒരു വൈദ്യുതി പ്രവാഹം കടന്നുപോയതുപോലെ അവൾക്ക് തോന്നി. ഒരു പ്രത്യേക ഭാവത്തിൽ ജഗനെ നോക്കിയവൾ. മഴയുടെ ശക്തി വീണ്ടും കൂടി. കിടക്കണ്ടേ? പതിഞ്ഞ സ്വരത്തിൽ കാതോരം ജഗന്റെ വാക്കുകൾ കേട്ടതും മറ്റെങ്ങോട്ടും പോകാതെ അവനെ പുണർന്നു നിന്നുകൊണ്ട് ഈ മഴ മുഴുവൻ കണ്ടു തീർക്കാൻ തോന്നിപ്പോയി അവൾക്ക്. ജഗന്റെ ചോദ്യം കേട്ടതും ജാൻവി വിലങ്ങനെ തല ചലിപ്പിച്ചു. പിന്നെ ഈ രാത്രി മുഴുവനും ഇവിടെ നിൽക്കാനാണോ തന്റെ ഉദ്ദേശം? പെട്ടെന്ന് ജഗന്റെ വായിൽ നിന്നും ഇന്നോളം മറ്റാരും വിളിച്ചു കേൾക്കാത്ത രീതിയിൽ തന്റെ പേര് കേട്ടതും ജാൻവിയുടെ അധരങ്ങളിലും ഒരു കുഞ്ഞു പുഞ്ചിരി മൊട്ടിട്ടു. അവൾ അവനോട് കൂടുതൽ ചേർന്നു. അവളുടെ മൃദുലതകൾ ശക്തിയോടെ അവന്റെ നെഞ്ചിലമർന്നു. ഒരു വേള ഇരുമേനികളിലും വല്ലാത്തൊരു പ്രകമ്പനം പോലെ. പാതി അടഞ്ഞ കണ്ണുകളുമായി ജാൻവി തനിക്ക് മുമ്പിൽ നിന്നപ്പോൾ എന്തോ ജഗന് അവളുടെ നെറ്റിയിലേക്ക് തന്റെ അധരം ചേർത്ത് വെക്കാൻ തോന്നി. യാന്ത്രികമായി അവന്റെ മുഖം അവളിലേക്കടുത്തു. അവന്റെ ചുടുനിശ്വാസം മുഖത്ത് പതിച്ചിട്ടും ജാൻവി ഇമകൾ ചിമ്മാതെ അവനോട് കൂടുതൽ പറ്റിച്ചേർന്നു നിന്നു. അവളുടെ പുരികക്കൊടികൾക്ക് നടുവിൽ മുത്തം നൽകിക്കൊണ്ട് അവളുടെ നാസികത്തുമ്പിൽ അവനൊന്ന് കടിച്ചുവിട്ടു. ജാനിയുടെ വിറയ്ക്കുന്ന അധരം കണ്ടതും ജഗന്റെ ഹൃദയതാളം പോലും മെല്ലെ വർദ്ധിച്ചു വന്നു. പെട്ടെന്നായിരുന്നു ഇട്ടിരുന്ന ഷോർട്സിന്റെ പോക്കറ്റിൽ കിടന്ന അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഒരു ഞെട്ടലോടെ ഇരുവരും പരസ്പരം അകന്നു മാറി. അപ്പോഴും ജാൻവിയുടെ ചുണ്ടിൽ ഒരു നിറച്ചിരി ബാക്കിയുണ്ടായിരുന്നു. പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് നോക്കിയ ജഗന്റെ മുഖത്ത് നേരിയ രീതിയിൽ തന്നെ ദേഷ്യം കടന്നു വന്നു. വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, പാർവതിയായിരുന്നു. എന്താമേ ഈ സമയത്ത് വിളിച്ചത്? ഒരു ഹലോ പോലും പറയാതെ അല്പം പരുക്കനായ ശബ്ദത്തിൽ ജഗൻ കോൾ എടുത്തപാടെ ആദ്യം ചോദിച്ചതായിരുന്നു. അതെന്താ ജഗൻ, നീ വീട്ടിൽ നിന്ന് പോയെന്ന് കരുതി എന്റെ മകനല്ലാതാകുന്നില്ലല്ലോ. എനിക്ക് നിന്നെ വിളിക്കുന്നതിന് മുൻകൂട്ടി പെർമിഷൻ വാങ്ങേണ്ട അവസ്ഥയായോ? അമ്മേ, എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാനതല്ലല്ലോ ചോദിച്ചത്. എന്തിനാണ് അമ്മ എന്നെ വിളിച്ചതെന്നല്ലേ? നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് ഉത്കണ്ഠയില്ലേ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ ഡ്യൂട്ടി സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നീ വീട് വിട്ട് നിന്നിട്ടുണ്ടെന്നല്ലാതെ. കിടന്നിട്ട് ഉറക്കം വന്നില്ല. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. നിന്റെ മാത്രം ശബ്ദം. അതുകൊണ്ട് മാത്രം വിളിച്ചതാ. അല്പം അഹങ്കാരം നിറഞ്ഞ ശബ്ദത്തിൽ പാർവതിയും പറഞ്ഞു. ജഗൻ ഒന്നും തന്നെ മിണ്ടിയില്ല. അവർ പറയുന്ന അത്രയും കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നവൻ. നീ ആഹാരം കഴിച്ചോ? അവനായിട്ടൊന്നും ചോദിക്കില്ലെന്ന് കരുതി പാർവതി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. കഴിച്ചു. എന്ത് കഴിച്ചു? ചപ്പാത്തി. അതിന് ആ പെണ്ണിനെ വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. പാർവതിയുടെ വർത്തമാനം കേട്ടതും ജഗന് നേരത്തെ രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എനിക്കറിയാലോ വെച്ചുണ്ടാക്കാൻ, കനത്ത ശബ്ദത്തിൽ ജഗൻ പറഞ്ഞു. ഓഹോ, അപ്പൊ അവിടെ പോയി നീ അടുക്കളപ്പണിയും തുടങ്ങിയല്ലേ? പാർവതിയുടെ അഹങ്കാരം അതിന്റെ ഉച്ചിയിലെത്തി. പിന്നെ ഈ അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് മാത്രം ആരും അസൈൻ ചെയ്ത് കൊടുത്തതല്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് കൊള്ളാം, അത് നല്ല ന്യായം. നീ ഇവിടെ സ്ഥിരം ജോലികൾ ചെയ്ത് നടന്നുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടു. എന്റെ ഭാര്യയ്ക്ക് കുക്കിംഗ് അറിയില്ല, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തത്. ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും ആഹാരം കഴിച്ചു. ദാ ഇപ്പൊ കിടക്കാനും തുടങ്ങുന്നു. അവൾ കുറുക്കം വരുന്നുണ്ട്. അമ്മ വെറുതെ വിളിച്ചതാണെങ്കിൽ ശരി, ഞാൻ വെക്കുക. അത് പറയുന്നതോടൊപ്പം തന്നെ ജഗൻ ധൃതി ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എന്തോ പാർവതിയുടെ ആ സംസാരം അവന് തീരെ പിടിച്ചില്ല. മുൻപ് ഇങ്ങനെയുള്ള രീതിയിലൊന്നും അവർ സംസാരിക്കില്ലായിരുന്നു. അവനത് മനസ്സിലോർത്തുകൊണ്ടാണ്
ജാൻവിക്ക് നേർക്ക് മുഖം തിരിച്ചത്. അവൾ ഇപ്പോഴും അതേ നിൽപ്പ് തന്നെയാണ്. അമ്മയ്ക്ക് ദേഷ്യമാണല്ലേ ജഗൻ? ജാനി ചോദിച്ചതും ജഗൻ തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. പാതി വഴിയിൽ മുടങ്ങിപ്പോയ ആദ്യ ചുംബനം. ജഗൻ അവളെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിലേക്ക് മുഖമമർത്തി. അവൾക്കൊപ്പം ആ മഴ കണ്ട് അങ്ങനെ നിന്നു. ആർക്കു വേണേലും ദേഷ്യം തോന്നട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല ജാനി. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. അവൻ അവളെ അല്പം കൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചു. ഇങ്ങനെ മഴ കണ്ട് നിന്നാൽ നാളെ നിനക്ക് കോളേജിൽ പോക്ക് ഉണ്ടാവില്ല കേട്ടോ. അകത്തേക്ക് കയറി വരാൻ നോക്ക് ജാനി, കിടക്കണ്ടേ? ജഗൻ അവളെ ഒന്ന് വിളിച്ച ശേഷം മുറിയിലേക്ക് കയറിപ്പോയി. അവൻ ഇട്ടിരുന്ന ടീഷർട്ട് മഴച്ചാറ്റിലെ ചെറുതായി നനഞ്ഞിരുന്നു. അത് ഊരി മാറ്റിയ ശേഷം ഒന്ന് ഫ്രഷായിട്ട് ജഗൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ജാനിയാണെങ്കിൽ കിടക്കാൻ വേണ്ടി ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിക്കുകയാണ്. ഡോ, ഈ നനഞ്ഞ വേഷമിട്ടാണോ താൻ കിടക്കാൻ പോകുന്നത്? ജഗന്റെ ശബ്ദം ഉയർന്നു. ജാനി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ടീഷർട്ടൊക്കെ മാറിയിട്ടുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്നപ്പോൾ അത്ര വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിലും ബെഡ്റൂമിലെ AC-യുടെ കുളിരിൽ ജാനിക്ക് നന്നായി തണുക്കാൻ തുടങ്ങിയിരുന്നു. ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജാനി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. തലമുടിയിലെയും മുഖത്തെയും വെള്ളമൊക്കെ നന്നായി തുടച്ചു കളഞ്ഞ ശേഷം അവൾ ഒരു മുട്ടപ്പം ഇറക്കമുള്ള ടോപ്പുമിട്ട് ജഗന്റെ അടുത്തേക്ക് വന്നു. സമയമപ്പോൾ 10:30 കഴിഞ്ഞിരുന്നു. ജഗന് നാളെ എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോവേണ്ടത്? അവന്റെ അരികിലായി വന്ന് കിടക്കുമ്പോൾ ജാനി ചോദിച്ചു. 8:30 ഇറങ്ങണം ജാനി. തന്നെ ഞാൻ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം. അത് വേണമെന്നില്ല, ഞാൻ ബസ്സിലായാലും പോയിക്കോളാം. താനെന്തിനാ വെറുതെ ബസ്സിൽ കയറി പോകുന്നേ? എന്തായാലും ഞാൻ ഇറങ്ങുന്നുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോകാം. അവൾ മറുപടിയായി ഒന്ന് മൂളി. ഇരു കൈകളും മാറിന് കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് ജാനി കിടക്കുകയാണ്. അവൾക്ക് നന്നായി തണുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. മഴയുടെ ഭംഗി ആസ്വദിച്ച് പനി പിടിപ്പിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ AC-യുടെ റിമോട്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പണ്ട് മുതലേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ജനാലയിലൂടെ ഞാൻ കുറേ നേരം ഈ മഴ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. മിഥുനും അറിയാം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. ജാനി ഒരു മന്ദസ്മിതത്തോടെ പറഞ്ഞു. വേറെ എന്താണ് തനിക്ക് ഇത്രമാത്രം ഇഷ്ടമുള്ളത്? പെട്ടെന്ന് ജഗൻ ചോദിച്ചു. ജാനി അപ്പോഴേക്കും അവന്റെ അരികിലേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് വീണ്ടും തുടർന്നു. ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതും സീ ഫുഡ്. പിന്നെ ഒരുപാട് ദൂരത്തേക്കൊന്നും യാത്രകൾ ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ബൈക്കിൽ കറങ്ങി നടക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ ജഗന്റെ അരികിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി വന്നു. അതേസമയം മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ജഗൻ അവളെ ഒന്ന് നോക്കി. തനിക്ക് തണുക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചതും ജാനി തലകുലുക്കി. മഴ കൊള്ളരുതെന്ന് പറഞ്ഞ കേൾക്കില്ല, അതെങ്ങനെയാ? അനുസരണ എന്ന് പറയുന്ന സാധനം അവളുടെ വഴിയേ പോയിട്ടില്ല. അവളെ ശാസിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു വന്ന ശേഷം അവനും തന്റെ ഇടങ്കൈ കൊണ്ട് അവളെ ഇറക്കിപ്പുണർന്നതും ജാനി അടിമുടി വിറച്ചുപോയി. ആ വിറയിൽ അവന്റെ നെഞ്ചിൽ തട്ടി. താൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ജഗൻ ചോദിച്ചതും ജാനി ഒന്നും പറയാതെ അവനിൽ നിന്നും ഇത്തിരി പിന്നിലേക്ക് അകന്നു മാറാൻ ശ്രമിച്ചു. എന്നാൽ അവളെ അതിനനുവദിക്കാതെ ജഗൻ വീണ്ടും തന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു. അവനെ പുണർന്നിരുന്ന തന്റെ വലങ്കൈ കൊണ്ട് അവൾ തന്റെ മൃദുലതകളിൽ ഒരു തടസ്സം സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തി. അത് മറ്റൊന്നും കൊണ്ടല്ല, ജഗന്റെ ദേഹത്തേക്ക് അറിയാതെ പോലും ഒരു സ്പർശനം ഏൽക്കരുത് എന്ന് ഓർത്തുകൊണ്ടാണ്. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് ജഗൻ അവളുടെ കൈയെടുത്ത് വീണ്ടും അവന്റെ ഉടലോട് ചേർത്തു വെച്ചു. ജഗൻ, പ്ലീസ്. ജാനി മെല്ലെ ഒന്ന് കുറുക്കി. ഇതൊന്ന് ടച്ച് ചെയ്തതുകൊണ്ട് ആകാശം ഒടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ജാനി. എനിക്ക് അവകാശമുള്ളതൊക്കെ തന്നെയാണ്, പിന്നെന്തിനാ ഇത്ര പരവശം? അവന്റെ വാക്കുകൾ കേട്ടതും ജാനി വിറങ്ങലിച്ചു പോയിരുന്നു. അവളുടെ കുഞ്ഞിളം മാറിലെ ചൂട് അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു വേലിയേറ്റം സൃഷ്ടിച്ചു. എന്താ ജാനി, ഞാൻ പറഞ്ഞ സത്യമല്ലെന്നുണ്ടോ? എനിക്ക് അവകാശപ്പെട്ടതല്ലേ നീ? വീണ്ടും അവൻ ചോദിച്ചെങ്കിലും ജാനി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം എനിക്കുള്ള പ്രോപ്പർട്ടിയാണ് ജാനി. സ്വന്തമാക്കാൻ ഇത്തിരി താമസം വരുമെങ്കിലും പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അവൻ പറഞ്ഞതും ജാനി അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. തന്റെ പെണ്ണിനെയും ഇറുക്കി പിണർന്നുകൊണ്ട് ആ രാത്രി മതിയാവോളം അവൻ അങ്ങനെ കിടന്നു. അതേസമയം ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോവാണ്. വരാൻ
ചിലപ്പോൾ ഒരുപാട് ലേറ്റാകും എന്നൊക്കെ പറഞ്ഞു പോയ നയോമി പോയതിലും വേഗത്തിൽ തിരികെ വീട്ടിലെത്തിയപ്പോൾ നിർമ്മല അല്പം സംശയത്തോടെ അവൾക്കടുത്തേക്ക് ചെന്നു. നയോമിയുടെ മുഖത്തെ ദേഷ്യത്തിലേക്ക് ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും അവർക്കായില്ല. മോളെ, നിർമ്മല പേടിയോടെ നയോമിയെ വിളിച്ചു. കാരണം അത്രമേൽ ഭീകരമായിരുന്നു ആ സമയം നയോമിയുടെ മുഖവും അവളുടെ മുഖഭാവങ്ങളും. പതിയെ കൈതട്ടി വിളിക്കാനായി നിർമ്മല തുടങ്ങിയതും നയോമി നിർമ്മലയുടെ കൈ ഒറ്റ തട്ടുവെച്ചു കൊടുത്തു. ഭയത്തോടെ രണ്ടടി പിന്നിലേക്ക് മാറി നിന്ന് നിർമ്മല, എന്താ മോളെ, എന്താ പറ്റിയത്? പേടിയോടെയെങ്കിലും നിർത്തി നിർത്തി ഈ രണ്ടു വാചകങ്ങൾ അവർ ചോദിച്ചു. നിങ്ങളൊക്കെ കൂടി കാരണമാണ് എനിക്കെന്റെ ജഗനെ നഷ്ടായത്. അവനിപ്പോ അവളുടെ കൂടെ നടക്കുന്നു, അതും പ്രണയ ജോഡികളെ പോലെ. നയോമി പറയുന്നത് മനസ്സിലാകാതെ നിർമ്മല അവളെ നോക്കി. ആ, ആരുടെ കൂടെ? ജാൻവി, എന്റെ ജീവിതത്തിലേക്ക്, ഞങ്ങൾക്കിടയിലേക്ക് അനുവാദം കൂടാതെ കടന്നു വന്നവൾ, ആ നശൂലത്തിന്റെ കൂടെ. പെട്ടെന്ന് ആ നിമിഷം അവരുടെ സന്തോഷവും ചിരിയും കളിയും എല്ലാം കൺമുമ്പിൽ തെളിഞ്ഞതും നയോമി ഒരു ഭ്രാന്തിയെ പോലെ മുടിക്കിടയിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ട് അലറി. മോളെ, അച്ഛൻ വരട്ടെ, നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. നിർമ്മല ചെറിയ പേടിയോടെയാണ് അവൾക്കടുത്തേക്ക് പോകാതെ അത് പറഞ്ഞത്. അച്ഛൻ, അയാളെ കൊണ്ടൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാനായിരുന്നെങ്കിൽ ഒരുപാട് സമയമുണ്ടായിരുന്നു. ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നയോമി ദേഷ്യത്തിൽ വിറച്ച് ലിവിംഗ് റൂമിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ഒരു വേള നയോമിയുടെ മട്ടും ഭാവവുമൊക്കെ കാണിക്കെ നിർമ്മലയ്ക്ക് പേടി തോന്നി. എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ്. അവൾ തന്നെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് പോലും അവർക്ക് തോന്നി. നിർമ്മല പെട്ടെന്ന് കിച്ചണിലേക്ക് ചെന്ന് ഓവന്റെ മുകളിലിരുന്ന അവരുടെ ഫോണെടുത്ത് വിശ്വനാഥനെ വിളിക്കാൻ തുടങ്ങി. 2-3 പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ച ശേഷമാണ് അയാൾ കോൾ എടുത്തത്. എന്തിനാ നിർമ്മല ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഊഹിക്കാന്നല്ലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും തിരക്കിലാകുന്നു. നീ എന്താ കൊച്ചു കുട്ടിയാണോ ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു തരാൻ? വിശ്വേട്ടാ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഇവിടെ. എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പം നടക്കില്ല, ഞാനൊരു മീറ്റിംഗില്ല. വിശ്വേട്ടാ പ്ലീസ് ഫോൺ വെക്കരുത്, അത്യാവശ്യ കാര്യമാണ്. എന്താ കാര്യം പറ. അത് പിന്നെ നയോമി. അവർ അല്പം മുമ്പ് നയോമിയുടെ നാവിൽ നിന്ന് വീണ കാര്യങ്ങളെല്ലാം വിശ്വനാഥനോട് കൃത്യമായി പറഞ്ഞു. ഒപ്പം ഇപ്പോഴുള്ള അവളുടെ പെരുമാറ്റവും. മകളുടെ സ്വഭാവം ഏറ്റവും നന്നായി അറിയാവുന്ന ആ അച്ഛന് മനസ്സിലായിരുന്നു താനിപ്പോ ചെന്നില്ലെങ്കിൽ നയോമി ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമെന്ന്. നിർമ്മലെ, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിലേക്ക് എത്താം. അതുവരെ താൻ അവളെ പിടിച്ചു നിർത്തണം, എങ്ങോട്ടും വിടരുത്. പറ്റുമെങ്കിൽ ഫ്രണ്ടിലെ ഡോർ ലോക്ക് ചെയ്തിട്ട് താൻ റൂമിൽ കയറി ഇരുന്നോളൂ. ഞാൻ വന്നിട്ട് വാതിൽ തുറന്നാൽ മതി. കാര്യം നയോമിക്ക് അല്പം ദേഷ്യമൊക്കെ കൂടുതലാണെങ്കിലും അവളുടെ ദേഷ്യം അധികമായാൽ പിന്നീട് അവൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവൾക്ക് പോലും ബോധമുണ്ടാവില്ല. മുൻപ് അതുപോലെയുള്ള പല സംഭവങ്ങളും ആ വീട്ടിൽ അരങ്ങേറിയതുമാണ്. ആദ്യം ജഗനെ വിവാഹം കഴിക്കണമെന്ന് നയോമി പറഞ്ഞ സമയത്ത് തന്നെ വിശ്വനാഥൻ ശക്തമായി എതിർത്തിരുന്നു. അയാളുടെ പാർട്ടിയിലെ തന്നെ ഒരു മന്ത്രിയുടെ മകന് നയോമിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വനാഥനും നിർമ്മലയ്ക്കും ആ ബന്ധത്തോടായിരുന്നു താല്പര്യം കൂടുതൽ. പക്ഷെ പണ്ടേക്ക് പണ്ട് നയോമിയുടെ മനസ്സിൽ ജഗൻ വേരുകൾ ആഴ്ത്തിയതുകൊണ്ട് തന്നെ അവൾക്ക് ജഗനല്ലാതെ മറ്റൊരാളെ തന്റെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അന്ന് വിശ്വനാഥനുമായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കിയ നയോമി അന്ന് ഒരു വിധത്തിലും വിശ്വനാഥൻ ജഗനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കത്തില്ലെന്ന് കണ്ടതും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന ചില്ലിന്റെ ഫ്ലവർ വേസ് എടുത്ത് വിശ്വനാഥന്റെ തലയ്ക്കടിച്ചതാണ് നയോമി. ആ ഒരു ഭയം ഇപ്പോഴും അയാളുടെ ഉള്ളിലുള്ളതുകൊണ്ട് നിർമ്മലയുടെ മുറിയിൽ കയറി വാതിലടച്ചോളാൻ പറഞ്ഞത്. കാരണം ദേഷ്യം വന്ന നയോമി ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല. അത് നിർമ്മലയെക്കാളും വിശ്വനാഥനേക്കാളും നന്നായി മറ്റാർക്കും അറിയില്ല. നിർമ്മല വിശ്വനാഥൻ പറഞ്ഞതുപോലെ നയോമിയുടെ ശ്രദ്ധ കെട്ടാത്ത വിധം ഫ്രണ്ടിൽ ഡോർ ക്ലോസ് ചെയ്ത് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങും മുമ്പ് പിന്നിൽ നിന്ന് നയോമിയുടെ വിളി വന്നിരുന്നു. നിങ്ങളൊന്നവിടെ നിന്നേ. ഉള്ളിൽ ഊറിക്കൂടിയ ഭയത്തോടെ നിർമ്മല മുഖം ചിരിച്ചു. പിന്നിൽ സംഹാരരുതിരായി നയോമി. നിർമ്മലയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മോളെ, അവർ ഇടറിയ സ്വരത്തിൽ വിളിച്ചു. തുടരും. കഥ ഇഷ്ടാവുന്നുണ്ടോ ആവോ?
കമന്റും ലൈക്കും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.